ഇപ്പോൾ സൈന്യം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കും. ഇപ്പോൾ ഈ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ബൽഗാമിൽ നിന്നുള്ള സൈന്യത്തിന്റെ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 60 സംഘമാണ് ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും. അല്പസമയത്തിനകം ഈ സൈന്യം പൂർണ്ണമായും ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ സൈന്യം ഇവിടെ എത്തും എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ അത് വൈകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. രാവിലെ ആദ്യം 10 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ വൈകിയാണെങ്കിലും എത്തി. ഇന്നലെയാണ് ഈ സൈന്യത്തിനെ എത്തിക്കുമെന്ന വിവരം കർണാടക സർക്കാർ. സിജു, ഈ എത്ര അലംഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളൊക്കെ ഇന്നലെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റഡാർ എത്തി പരിശോധന നടത്തി എന്നുള്ളതാണ്. ഇത് IIT സൂരത്കൽ IITയിലെ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന് ഭാഗമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റഡാർ സംവിധാനമാണ് അവിടെ കൊണ്ടുവന്നുള്ളതായി. അതേ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമില്ല, ഒരു സംവിധാനവും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. റഡാർ അടക്കം എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. ISR അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഈ റഡാർ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നൊന്നും കൊണ്ടുവരാതെ IITയിൽ കുട്ടികൾ പഠനത്തിൻ്റെ ഭാഗമായി പ്രൊജക്റ്റിൻ്റെ ഭാഗം ഉപയോഗിച്ചിരുന്ന ഒരു റഡാർ സംവിധാനം അവിടെ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു. എത്ര നിരുത്തരവാദ പരമായ പെരുമാറ്റമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ ഇനി സൈന്യം എത്തുമ്പോൾ അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് സ്വാഭാവികമായും സൈന്യം ഇത്തരം ഒരുപാട് ഘട്ടങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അതിൻ്റെ അനുഭവ പരിചയം അവർക്കുണ്ട്. പക്ഷേ ഈ കൃത്യമായി ഇവിടെ നടന്ന അപകടത്തിൻ്റെ ഒരു അവസ്ഥ ബോധ്യപ്പെടുത്താൻ കർണാടക സർക്കാരിന് സൈന്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യമായ ഉപകരണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും കർണാടകയുടെ ഭാഗത്തു നിന്നൊരു മന്ത്രിയോ പ്രധാനപ്പെട്ട ആരോ അവിടെ ഇല്ല എന്നുള്ളത് കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. സിജു 2:30 മുഖ്യമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. നിലവിൽ മന്ത്രിമാരോ മറ്റുള്ളവരോ സ്ഥലത്തില്ല. സൈന്യം ഇന്ന് രാവിലെ മുതൽ രക്ഷാദൗത്യം ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം രാവിലെ 11:30 എത്തുമെന്ന് അറിയിച്ചു. രാവിലെ തന്നെ സർക്കാർ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ 2 മണിക്ക് ശേഷമാണ് സൈന്യം ഇവിടെ എത്തിയിരിക്കുന്നത്. 2:15 ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിയ ഉടൻ തന്നെ ഇവർ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാവും അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ പരിശോധന നടത്തുന്നതിനുൾപ്പെടെ ഇവരുടെ കൈവശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ സൈന്യത്തെ കൊണ്ടുവരണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു, കുടുംബം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കഴിഞ്ഞ ദിവസം 5-ാം ദിവസം രാത്രിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടതാ. ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ അപ്പുറത്താണ് ബൽഗാം ഈ കരസേനയുടെ കേന്ദ്രം. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. പക്ഷെ അത് എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 5-ാം ദിവസം രാത്രിയെടുത്ത് തീരുമാനമെടുത്തു. ഇന്ന് 6-ാം ദിവസമാണ് സൈന്യത്തെ തിരച്ചിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. സൈന്യം ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും സൈന്യം കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം പരിശോധന ആരംഭിക്കും. ഇപ്പോൾ 5 മിനിറ്റ് മുമ്പ് സൈന്യം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട അനുമതിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തും. സിദ്ധരാമയ്യ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്.